2005 മോഡലാണ്. പുതിയ ടാക്സ്, പുതിയ ഇൻഷുറൻസ്, റീടെസ്റ്റ് ഈ വർഷം ഡിസംബറിലാണ്. ടെസ്റ്റിൻ്റെ ഫീസ് അടച്ച് ടെസ്റ്റ് കാണിച്ചാൽ മതി. അലൈ വീൽസ് ഉണ്ട്, ആൻഡ്രോയിഡ് സ്റ്റീരിയോ അടയിട്ടുണ്ട്, സീറ്റ് ഓവർ അടയിട്ടുണ്ട്. ഇത് 2006 വണ്ടിയാണ്. 28 വരെ പേപ്പറുണ്ട്. നല്ല കണ്ടീഷൻ വണ്ടിയാണ് കേട്ടോ. വേറെ നിലവിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. ക്യാമറ ഇല്ലേ? 2008 മോഡൽ സാൻഡ്രോ സിംഗ്, 28 വരെ പേപ്പറുണ്ട്. AC മാത്രമേ ഉള്ളൂ. 2007 മോഡൽ 800. ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡ് ഓണർ. MBFI AC വണ്ടി, 27 വരെ പേപ്പറുണ്ട്. ഇത് സിംഗിൾ ഓണറാ, 80,000 കിലോമീറ്റർ, 2008 മോഡൽ, 28 വരെ പേപ്പറുണ്ട്. കിലോമീറ്റർ എന്താ കൂടി? കിലോമീറ്റർ 80,000. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഊന്നുപാലം എന്ന് പറയുന്ന ഭാഗത്താണ്. അതായത് നെടുമങ്ങാട്, തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് എന്ന് പറയുന്ന ഭാഗത്ത് ഊന്നുപാലം എന്ന് പറയുന്നിടത്തുള്ള ഇനായ കാസിലാണ് വന്നേക്കുന്നത്. ഓണം കഴിഞ്ഞിട്ട് പുതിയ കുറേ സ്റ്റോക്കുകൾ വന്ന് കിടപ്പുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. അങ്ങനെ വന്നതാണ്. ഇഷ്ടംപോലെ സ്റ്റോക്ക് വന്ന് കിടപ്പുണ്ട്. വില ഒരു 35 രൂപ തൊട്ട് മുകളിലോട്ട് നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും എടുക്കാൻ കൊള്ളാവുന്ന ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട്. പഴയ വണ്ടികളാണ്, വീണ്ടും പറയുകയാണ്, പഴയ വണ്ടികളാണ്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് നല്ലപോലെ ചെക്ക് ചെയ്ത് വേണം വണ്ടികൾ എടുക്കാൻ. പിന്നെ ആദ്യം വരുമ്പോഴേ ഞാൻ പറയാറുള്ള പോലെ ഒരു 10-15 രൂപ, 35,000 രൂപയുടെ വണ്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ 50 രൂപയാണ്. എന്നിട്ട് ഒരു 15,000 രൂപ കയ്യിലും കൂടി വെച്ചേക്കുക. എന്തെങ്കിലുമൊക്കെ ചെറിയ ഭാഗപ്പഴകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഇനി എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാലേ, ഞാൻ ഒരുപാട് പേര് കുറേ നാളായിട്ട് പറയുന്നുണ്ട് ഈ തിരുവനന്തപുരം, കൊല്ലവും, കൊട്ടാരക്കരയൊക്കെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കാതെ കുറച്ച് ദൂരോട്ട് കോട്ടയം, തൃശ്ശൂർ, എറണാകുളം അങ്ങനെയുള്ള ഭാഗങ്ങളിൽ വരാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിനെ മാനിച്ചുകൊണ്ട് നമ്മൾ ഈ വരുന്ന 20-ാം തീയതിക്കകത്തും തൊട്ട് അകത്ത് 20-ാം തീയതി വരെ പോകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 20-ാം തീയതിക്കകത്ത് വെച്ച് കോട്ടയം, എറണാകുളം, തൃശ്ശൂർ അങ്ങനെ മലപ്പുറം വരെയുള്ള ഷോപ്പുകൾ വരാൻ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഷോപ്പുകാർക്ക് വീഡിയോകൾ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങളെ സ്ഥാപനത്തിൻ്റെ പേരും അഡ്രസ്സും ഒന്ന് ടൈപ്പ് ചെയ്ത് തന്നാൽ എനിക്ക് വരാൻ കുറച്ച് എളുപ്പമായിരിക്കും. പിന്നെ അതേപോലെ ഇത് കാണുന്ന ആൾക്കാർക്ക്, ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറെ നിങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഷോപ്പുകളുടെ വീഡിയോസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസും കൂടി കമൻറ്റായിട്ട് എനിക്ക് പറഞ്ഞു തന്നാൽ വന്ന് കണ്ടുപിടിക്കാനുള്ള സൗകര്യം ഉണ്ടാകും. കാരണം കൊല്ലം, തിരുവനന്തപുരം മാത്രമേ അറിയാവൂ, ബാക്കിയുള്ള ഭാഗങ്ങളെ അങ്ങനെ വന്നിട്ടില്ല. അതുകൊണ്ട് അത്തരത്തിലൊരു സഹായം നിങ്ങളിൽ നിന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് ചെയ്തു തന്നാൽ വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു 35 രൂപ തൊട്ടുള്ള വണ്ടികളാണ് കിടക്കുന്നത്. ഓണമൊക്കെ കഴിഞ്ഞ് എല്ലാവരുടെയും പൈസയൊക്കെ കുറഞ്ഞിരിക്കുകയാണെന്നൊക്കെ അറിയാം. പക്ഷേ കുറഞ്ഞ തുകയ്ക്കുള്ള വണ്ടി എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികളാണ് കാണിക്കാൻ പോകുന്നത്. ഏറെക്കുറെ വണ്ടികൾ പണികളുണ്ട്, അത്യാവശ്യം തുരുമ്പെന്നല്ല, പക്ഷേ ബോഡി പെയിൻറ്റിങ് അങ്ങനെയൊക്കെയുള്ള ചെറിയ പരിപാടികൾ ചെയ്യാനുള്ള വണ്ടികളും കിടപ്പുണ്ട്. എന്നാൽ അല്ലാത്തതായിട്ട് 1-2-3 വണ്ടികൾ നല്ല കണ്ടീഷനിൽ കിടക്കുന്ന 3-4 വണ്ടികൾ കൂടി കാണിച്ചു തരാം. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികളാണ് കിടക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികളൊക്കെ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. 2010 മോഡൽ, പുതിയ ടെസ്റ്റാണ്. 2030 വരെ പേപ്പറുണ്ട്. ഡീസലാണ്. സെക്കൻഡ് ഓണർ. കിലോമീറ്റർ എത്ര? കിലോമീറ്റർ 1,00,000 ആയില്ല. ഇല്ല. ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടിക്കകത്തൊക്കെ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഡോർ പാഡൊക്കെ നോക്കിയാലൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. റീപ്ലേസ് ഒന്നുമില്ല. പുതിയ ടെസ്റ്റാണ്. 30 വരെ പേപ്പറുണ്ട്. 30 വരെ ഉണ്ട്. ടയറൊക്കെ അത്യാവശ്യം നല്ല ടയേഴ്സൊക്കെയാണ് കിടക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല. ഇപ്പം ബോഡി തന്നെ നോക്കിയാലും വലിയ തരക്കേടില്ല. ഈ ഭാഗത്തൊക്കെ ചെറിയ പൊട്ടലുണ്ട്. പൊട്ടലല്ല, പൊള്ളൽ പോലെ. ഫ്രണ്ട് ബമ്പറിൻ്റെ താഴെയായിട്ട് ചെറിയ സ്ക്രാച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അല്ലാത്ത പക്ഷെ വണ്ടി കാണാനൊക്കെ കൊള്ളാം. എത്ര ചോദിക്കുന്നത്? നമുക്കൊരു 98,000 രൂപ കൊടുക്കാം. 98. ഡീസൽ വണ്ടിയാണ്. ഡീസലാണ്. ഇത് 2010 സിംഗിൾ ഓണർ വണ്ടിയാണ്. നമുക്ക് പുതിയ ടെസ്റ്റ് എടുത്തിട്ട് ഒരു 1.5 രൂപ കൊടുക്കാം. ഹോണ്ട സിറ്റിയാണ്. സിറ്റി 1,20,000 കിലോമീറ്റർ. പുതിയ ടെസ്റ്റ് എടുത്താണ് കൊടുക്കുന്നത്. പുതിയ ടെസ്റ്റ് എടുത്ത് 1.5 രൂപ കൊടുക്കാം. 1.5 രൂപയ്ക്ക്. വണ്ടിക്ക് വൃത്തിയുണ്ട്. വൃത്തിക്ക് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. വൃത്തിയുള്ള സീറ്റ് കവർ, അതേപോലെ ഫ്ലോർ മാറ്റ് കാര്യങ്ങളെല്ലാം അടിച്ചിട്ടുണ്ട്. ഓൾറെഡി വണ്ടി കാണാനും 10 ഹോണ്ട സിറ്റിയാ. ഡോർ പാഡൊക്കെ വൃത്തിയുണ്ട്. ടയേഴ്സ് ആവറേജ് താഴെയാണ് കിടക്കുന്നത്. ബാക്ക് സൈഡ്, ഫ്രണ്ട് കുറച്ചുകൂടി ഉണ്ട്. ഓൾറെഡി വണ്ടി കാണാൻ പോളിഷ് ചെയ്ത് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇത്തരത്തിലുള്ള ചെറിയ പൊട്ടൽ ഉണ്ട് എന്നുള്ളതിലും വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. എത്ര ചോദിക്കുന്നത്?
നമുക്ക് ഫൈനൽ ഒരു 1.5 രൂപയ്ക്ക് കൊടുക്കാം. 1.5. പുതിയ ടെസ്റ്റ് എടുത്താൽ കൊടുക്കുന്നത് കേട്ടോ. ഇതിന്റെ ഇത് ഡീസലാ പെട്രോളാ? പെട്രോൾ. സിംഗിൾ ഓണർ വണ്ടിയാ. താഴെ ചെറിയ ഇതെല്ലാം മാറും. ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം പോകും. ഇതും സിംഗിൾ ഓണറാ. 80,000 കിലോമീറ്റർ. 2008 മോഡൽ. 28 വരെ പേപ്പറുണ്ട്. കിലോമീറ്റർ എന്താ ഓടി? കിലോമീറ്റർ 80,000. കിലോമീറ്റർ ജെന്യൂൻ ആണേ? ഇതൊക്കെ ജെന്യൂനാ. ഇതിൽ ഒരു ടച്ച് സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട്. വണ്ടി കാണാനും അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ഡോർ പാഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറുതായിട്ട് വർക്ക് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ചെറിയൊരു തുരുമ്പുണ്ട്. അല്ലാത്ത വർഷം ഡോർ പാഡൊക്കെ കാണാൻ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ടൊന്നും കുഴപ്പമില്ല. ബാക്ക് സൈഡ് നോക്കിയാലും ആ രീതി വണ്ടി വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഫ്ലോറിൻ്റെ ഈ ഭാഗങ്ങൾ നോക്കിയാൽ ഈ ഒരു കണ്ടീഷനാണ്. വേറെ പ്രശ്നങ്ങൾ വലിയ പൊട്ടല അങ്ങനെയുള്ളതൊന്നും കാണുന്നില്ല. പക്ഷേ ഈ ഡോറിൻ്റെ അടിഭാഗത്ത് ചെറുതായിട്ട് വർക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ടയേഴ്സ് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഇല്ല. ഓക്കെ. എത്ര ചോദിക്കുന്നത്? ഫൈനൽ ഒരു 90 രൂപ കൊടുക്കുക. 90. ഇത് 2002 വണ്ടി. 28 വരെ പേപ്പറുണ്ട്. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. കാർബേറ്ററാണ്. ഇതിൻ്റെ പേപ്പർ വർക്കൊക്കെ ഇനി എത്ര നാളുണ്ട്? 28 വരെ പേപ്പറുണ്ട്. 28. ഇവിടെയൊക്കെ പെയിൻറ്റിങ് വർക്കുകൾ ചെയ്യാണ്ട്. ഈ കിടക്കുന്ന കണ്ടീഷനിലായിട്ടൊക്കെയോ കൊടുക്കുന്നത്? ഈ കിടക്കുന്ന കണ്ടീഷൻ. ഓക്കെ. ടയേഴ്സ് ഓണർ വണ്ടിയാ. ഒറ്റ ക്വാളിറ്റി ഉണ്ട്. ഓക്കെ. വണ്ടിക്കകം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് കവറൊക്കെ വൃത്തിയായിട്ട് തന്നെ കിടക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല. ഡോർ പാഡൊക്കെ നോക്കിയാലും വൃത്തിയാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് വേറെ പാച്ച് വർക്കോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഫ്രണ്ടിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റീരിയും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുമോ? സ്റ്റീരിയോ വർക്കിംഗ് ആണെന്ന് തോന്നുന്നു. AC ഇല്ല. നോൺ സ്റ്റാൻഡേർഡ് AC ഇല്ല. ഓവറോൾ കൊള്ളാം, കുഴപ്പമില്ല. എത്ര ഓണർ ഈ മോഡൽ വണ്ടി കിട്ടുന്നതിനും പാടാണ്. എത്ര ചോദ്യം? എത്ര? 35,000 രൂപ. ചെറിയ ടച്ച് ആൻഡ് പോളിഷിനുള്ള ബമ്പറിലെല്ലാം പരിപാടികളുണ്ട്. ഒരു 1,500 രൂപ. ഫ്രണ്ടും ബാക്ക് ബമ്പർ ബ്ലാക്ക് ആകുമ്പോൾ 1,500 രൂപ ഉള്ളൂ. ഓക്കെ. വേറെ കണ്ടീഷൻ കുഴപ്പമൊന്നുമില്ലല്ലോ? നിലവിൽ വേറെ കണ്ടീഷൻ കുറവൊന്നുമില്ല. ബാക്കിയെല്ലാം കൊള്ളാം. ഓട്ടിക്കാനാണെന്നായിരിക്കണം. ഇത് 2010 മോഡലാണ്. 3ാമത്തെ ഓണർ. i10 സ്പോർട്സ്. ടോപ്പ് എൻ്റെ മോഡലാണ്. എന്തോ ഓടി? ഡിസംബർ വരെ പേപ്പർ ഉള്ളൂ. പുതിയ ഇൻഷുറൻസ് ഉണ്ട്. ഓട്ടോ 98,000 കിലോമീറ്റർ ഓടി. 98. ബോഡി ബേസ് കൊള്ളാം. ബോഡി വേറെ കംപ്ലൈൻസ് കാര്യങ്ങളൊന്നും കണ്ടില്ല. അകത്തോട്ട് സ്പോർട്സ് ആണേ. ഏറ്റവും ടോപ്പ് എൻ്റെ മോഡൽ. ഓരോ വണ്ടിക്കകം കാണാനൊക്കെ കൊള്ളാം. നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല. റീപ്ലേസ് ഒന്നുമില്ല. ഇല്ല. ഓക്കെ. ടയേഴ്സൊക്കെ അത്യാവശ്യം കിടപ്പുണ്ട്. ഇവിടെ ചെറിയൊരു പാച്ച് വർക്കിനുള്ള പരിപാടിയുണ്ട്. അവിടെ മാത്രമേ ഉള്ളൂ ചെറിയൊരു. എത്ര ചോദ്യം? എത്ര? ഫൈനൽ ഒരു 88 രൂപ കൊടുക്കുക. 88,000 രൂപ. ന്യൂ ഷേപ്പാണ്. അത്രയും ലോൺ തന്നെ കയറിപ്പോവും. ലോൺ കിട്ടുന്ന അതർ ബാങ്കാണ് കൊണ്ടുവന്നാൽ ഇട്ട് കൊടുക്കുക. ഡിസംബർ വരെ പേപ്പറുണ്ട്. ഇത് 2006 വണ്ടിയാണ്. 28 വരെ പേപ്പറുണ്ട്. നല്ല കണ്ടീഷൻ വണ്ടിയാണ് കേട്ടോ. വേറെ നിലവിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. ടൊയോട്ടോ ക്യാമറ ഇല്ലേ? ടയേഴ്സ് അത്യാവശ്യം കിടപ്പുണ്ട്. എന്താ കിലോമീറ്റർ ഓടിയേ? കിലോമീറ്റർ 1,60,000 ഓടിയിട്ടുണ്ട്. കിലോമീറ്റർ ജെനുവിൻ തന്നെ അല്ലേ? ആയിരിക്കും. ഒരു 6ാമത്തെ ഓണർഷിപ്പ് ഒക്കെ പറഞ്ഞ വണ്ടിയാണ്. അത്ര ഓണർഷിപ്പ് ഉണ്ട്. ഓണർഷിപ്പ് വണ്ടിയുടെ ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം വെച്ച് അത്രയും ഓടാനാണ് ചാൻസ്. ഓക്കെ. വണ്ടി കാണാനൊക്കെ കൊള്ളാം. നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ഇത്രയും ഓണർഷിപ്പ് ആയെങ്കിലും ആ രീതി വണ്ടി കാണാൻ കൊള്ളാം. ബാക്ക് സൈഡൊക്കെ നോക്കിയാലും സീറ്റ് കവേഴ്സ് അങ്ങനെയുള്ളതൊന്നും കീറി പറഞ്ഞൊന്നും ഇരിപ്പില്ല. അതൊക്കെ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. തുരുമ്പ് കാര്യങ്ങളൊന്നും വലുതായിട്ട് കാണുന്നില്ല. നല്ലൊരു അലോയ് വീൽസ് കിടപ്പുണ്ട്. ടയേഴ്സ് ഉണ്ട്. എത്ര ചോദിക്കുന്നത്? ഫൈനൽ ഒരു 1,48 ലാസ്റ്റാണ്. ഇവിടെ ചെറിയൊരു പരിപാടിയുണ്ട്. ഇവിടെ ഉണ്ട്. അങ്ങനെ ചെറിയ 1-2 സംഭവങ്ങൾ കണ്ടു. അല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. 1,48,000 കൊടുക്കുക. പേപ്പർ ഇനി എത്ര ആളുകൂടെ ഉണ്ട്? 28 വരെ പേപ്പറുണ്ട്. പുതിയ ഇൻഷുറൻസ് നിലവിലെടുത്തിട്ടുണ്ട്. ക്യാമറ ഈ വിലക്കൊക്കെ. മൈലേജ് എന്താണ് ഈ വണ്ടിക്ക്? മൈലേജ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എനിക്ക് അറിയില്ല. അറിയാൻ വയ്യ. 2011 സെക്കൻഡ് ഓണർ ആസ്ട്ര. 6 ഗിയർ വരുന്ന വണ്ടിയാണ്. 6 ഗിയർ. എന്തോ ഓടിയിട്ടുണ്ട്? 1,80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ. ഫ്രണ്ട് ഗ്ലാസ്സിൽ വരെ വര വേണ്ടിയിട്ടുണ്ട്. ചെറിയ ചെറിയ പെയിന്റിങ് വർക്ക് ടച്ചപ്പ് കാര്യങ്ങളുണ്ട്. മെക്കാനിക്കലൊക്കെ ഓക്കെയാണ്.
ഇൻറ്റീരിയറുള്ള ഏറ്റവും ടോപ്പിൻ്റെ മോഡൽ. കൂടെ ബോറിൻ്റെയും കാര്യങ്ങളെല്ലാം വരുന്ന മോഡലാണ്. ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഡോർ പാഡൊക്കെ നോക്കിയാലൊക്കെ വൃത്തിയുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ ആ രീതിയിൽ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ചെറിയ തുരുമ്പുണ്ട്, പിന്നെ ഇവിടെ ചെറിയ പരിപാടികൾ ചെയ്യാനുണ്ട്. അല്ലാത്ത പക്ഷം വേറെ ഒന്നും കാണുന്നില്ല. ചെറിയ ചെറിയ സ്ക്രാച്ചുകളുണ്ട്, പഴമയുടേതായ ചെറിയ പ്രശ്നങ്ങളുണ്ട്. എത്ര ചോദിക്കുന്നത്? 98 രൂപ. 97? 98. ഈ ഫ്രണ്ട് ബമ്പറിൽ കാണുന്ന ഇതൊക്കെ മാറിക്കൊള്ളു? ഇല്ല, ഈ കാണുന്ന കണ്ടീഷൻ നമ്മൾ 1.25 വില വിൽപ്പനുള്ള വണ്ടിയാണ്. ഈ ഒരു കണ്ടീഷനിലാണ് കൊടുക്കുന്നത്? നല്ലൊരു വണ്ടിയാണെങ്കിൽ 1.25 വയ്ക്കും. ഇപ്പോൾ ഈ കണ്ടീഷനിൽ 98 ലാസ്റ്റ്. നമ്മളൊരു 10 രൂപ വർക്ക് പ്രതീക്ഷിച്ചാൽ മതി. അത് നമ്മളൊരു 10-50 വർക്കിൻ്റെ കണക്കിന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എടുക്കുന്നവരെ എടുത്ത് വർക്ക് ചെയ്യാമോ? 2011 മോഡൽ ഓൾട്ടോ, സിംഗിൾ ഓണറാണ്, 80,000 കിലോമീറ്റർ, LXI AC പവർ സ്റ്റിയറിംഗ് ആണ്. ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ഓണർ, ഒറ്റ ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർ. വണ്ടിക്കകം കുഴപ്പമില്ല, അത്യാവശ്യം വൃത്തിയായിട്ടൊക്കെ തന്നെ ഇരിക്കുന്നത്. ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ഡോർ പാഡൊക്കെ നോക്കിയാലും വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ല. ഇവിടെ ചെറിയൊരു തുരുമ്പിൻ്റെ ഇതുണ്ട്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും സീറ്റ് കവേഴ്സ് ഒന്നും കയറി ഒന്നിരിക്കില്ല, ആ രീതിയിൽ വണ്ടി വൃത്തിയുണ്ട്. ടയർ ആവറേജ് കണ്ടീഷൻ. എത്ര ചോദിക്കുന്നത്? ഒരു 88,000 കൊടുക്കാം. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസും ഇല്ല. ഒരു സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. വണ്ടി നല്ല ക്വാളിറ്റി, ഓട്ടിക്കാനൊക്കെ നന്നായിരിക്കും. ആവറേജ് ആണെന്നുള്ളേ ഉള്ളൂ. സീരീസ് എഞ്ചിനാണ്. പേപ്പറൊക്കെ എന്ന് വരുന്നുണ്ട്? 26 ലാസ്റ്റ് വരെ പേപ്പറുണ്ട്. 2011 മോഡലാണ്, തേർഡ് ഓണർഷിപ്പ് ചെയ്യുന്ന കാറ്റർ. അലോയ് വീൽസ് ഉണ്ട്, LXI AC പവർ സ്റ്റിയറിംഗ്. ഓണർഷിപ്പ് എത്രയാ? തേർഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ ഒക്കെ ജെന്യുവിനാണോ? കിലോമീറ്ററെല്ലാം ജെന്യുവിനാണ്. 97,000 ഓടിയിട്ടുള്ളൂ. സീറ്റ് കവർ ആയിട്ട് ചെയ്തിട്ടില്ല, പക്ഷെ വണ്ടിക്ക് കാണാൻ വൃത്തിയുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ബട്ട് ഇതിൻ്റെ ഡോറിന് ചെറിയ തുരുമ്പിൻ്റെ പ്രശ്നമുണ്ട്. ഒരുപാടുണ്ടെന്നല്ല, പക്ഷെ എന്നാലും ഉണ്ട്. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ ഇന്നർ സൈഡൊക്കെ വൃത്തിയുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അതൊന്നും കുഴപ്പമില്ല, അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നത്. എത്ര ചോദ്യം? 1,05,000. 1,05,000 രൂപ. അത്ര ലോണും കയറി പോകും. ഓക്കെ, അലോയ് വീൽസ് ഉണ്ട്. ഇതിന് ലോൺ കിട്ടും പറയുമ്പോൾ 100% ലോൺ കിട്ടും? അത്രയും ലോൺ കയറി പോകും, ഫുൾ ലോൺ കയറുന്ന വണ്ടിയാണ്. 2005 മോഡലാണ്, പുതിയ ടാക്സ്, പുതിയ ഇൻഷുറൻസ്. റീടെസ്റ്റ് ഈ വർഷം ഡിസംബറിലാണ്. ടെസ്റ്റിൻ്റെ ഫീസ് അടച്ച് ടെസ്റ്റ് കാണിച്ചാൽ മതി. അലോയ് വീൽസ് ഉണ്ട്, ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആഡേറ്റുണ്ട്, സീറ്റ് കവർ ആഡേറ്റുണ്ട്. അഡീഷണൽ ഫിറ്റിങ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, എത്ര ചോദിക്കുന്നത്? പവർ വിൻഡോ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ് ഇല്ല, AC പവർ വിൻഡോ മാത്രമേ ഉള്ളൂ വണ്ടി. നമുക്ക് ആ ഫൈനൽ ഒരു 63 രൂപ കൊടുക്കുക. പുതിയ ടാക്സ്, പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. വണ്ടിയുടെ ബാക്ക് സൈഡ് നോക്കിയാലും സീറ്റ് കാര്യങ്ങൾ കുഴപ്പമില്ല, ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ഡോർ പാഡൊക്കെ അത്യാവശ്യം വൃത്തിയായിട്ടായിരിക്കുന്നത്. ടയേഴ്സൊക്കെ അത്യാവശ്യം കിടപ്പുണ്ട്. വലിയ തട്ടുമുട്ടുകളൊന്നും കാണുന്നില്ല, ആ രീതിയിൽ വണ്ടി കുറച്ച് നീറ്റാണ്. 65? 63. ഓക്കെ, വണ്ടി റീപെയിൻറ്റ് എന്തായാലും കയറി കാണുമല്ലോ? 2010 മോഡലാണ്, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കേട്ടോ. ഇൻറ്റീരിയർ എല്ലാം ഇപ്പം അത്യാവശ്യം പൈസയൊക്കെ ഇറക്കിയിട്ടേക്കുന്ന വണ്ടിയാണ്. ടെസ്റ്റ് ഡിസംബറിലാണ്. 2010, 3ാമത്തെ ഓണർ. എത്രാമത്തെ ഓണർ? മൂന്നാമത്തെ. 2 ഡോർ പവർ വിൻഡോസ് ആണല്ലേ? VXI. എത്ര ചോദിക്കുന്നത്? നമുക്കൊരു ഫൈനൽ ഒരു 90 രൂപ കൊടുക്കാം. ഫൈനൽ 90 രൂപ. വലിയ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഡോർ പാഡൊക്കെ കൊള്ളാം, അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും സീറ്റൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്, അതൊന്നും കുഴപ്പമില്ല. വലിയ അപാകതകൾ കാര്യങ്ങൾ കാണുന്നില്ല. ഈ ബോഡിയിൽ ചെറിയ ചെറിയ വെട്ടുകുത്തുകൾ, ചെറിയ രീതിക്കുള്ള 90 രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് ടെസ്റ്റ് എടുത്താൽ നല്ലൊരു വില മാർജിനുണ്ട്. അത് കണക്കാക്കി ഞാൻ വില ഇട്ടിട്ടുണ്ട്, അതാണ് 90 രൂപ. ടയേഴ്സൊക്കെ അത്യാവശ്യമുണ്ട്, കുഴപ്പമില്ല. ഇന്റീരിയർ തന്നെ ഏകദേശം 18,000 രൂപ അടുത്ത് അടിച്ചതാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഇല്ല, ഒന്നും മാറിയിട്ടില്ല, ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. മഴ പെയ്തു 18,000 രൂപ അടിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ പറയണല്ല, കസ്റ്റമർ പറഞ്ഞാണേ. 11 മോഡൽ, സിംഗിൾ ഓണർ, 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. LX വേരിയൻറ്റ്. AC അഡീഷണൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ആണ്. AC ഫിറ്റ് ചെയ്തിട്ടുണ്ട്.
വണ്ടിക്കാകും, പക്ഷെ നല്ല വൃത്തിയുണ്ട്, കുഴപ്പമില്ല. എത്ര ഓടിയെന്ന് പറഞ്ഞാൽ? ഒറ്റ ഓർഡർ 70,000 കിലോമീറ്റർ ഓടിക്കും. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി, K-സീരീസ് എഞ്ചിനാണ്. എത്ര വരെ പേപ്പർ കാര്യങ്ങളുണ്ട്? പേപ്പർ 26 വരെ പേപ്പറുണ്ട്. 2011 മോഡൽ. ഇതും ഫുൾ ലോൺ കയറിപ്പോൾ, ഫുൾ ലോണും കുറച്ച് പൈസയും കൈ കിട്ടും. അപ്പോൾ ഇത്തവണ ഒരുപാട് ഫുൾ ലോൺ കയറുന്ന വണ്ടികളുണ്ടല്ലേ? പൈസ ഇല്ലെങ്കിലും വന്ന് എടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. റീപ്ലേസ് ആയിട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല. കുറച്ച് സ്ക്രാച്ച് കാര്യങ്ങളുണ്ട്, ചെറിയ അത് പഴയ വണ്ടി. ഇത്രയും പഴയ വണ്ടി വരുമ്പോൾ അതെന്തായാലും കാണും. എത്ര ചോദ്യം? ഇത് നമുക്ക് ഫൈനൽ ഒരു 78 കൊടുക്കും. 78 രൂപയ്ക്ക് കൊള്ളാം, നല്ല വൃത്തിയാണ്. 2005 മോഡൽ, 2006 മോഡൽ, 26 വരെ പേപ്പറുണ്ട്. ഓൾട്ടോ. ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡ് ഓണർ. കിലോമീറ്ററൊക്കെ എത്ര? കിലോമീറ്റർ 1 ലക്ഷം ഓടി കാണും എന്തായാലും. ഓടിയിട്ടുണ്ട്. ഈ റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ബോണ്ടിങ് ഗ്ലാസ് ഉണ്ട്. ഓക്കെ. ബമ്പർ അല്ല, ബോണ്ട് ഗ്ലാസ് വരുമ്പോഴത്തേക്കും അഫ്രോണ്ട് സൈഡ് കംപ്ലൈൻസ് ഇല്ല. ടയർ മാറണം. ടയർ മാറി കൊടുക്കും കേട്ടോ. മാറി കൊടുക്കും. അതിൽ വണ്ടി കിടക്കില്ല, അതിന് ഊരിട്ട് കൊടുക്കുക. അങ്ങനെ എത്ര ചോദിക്കുന്നേ? നമുക്കൊരു 53 രൂപ കൊടുക്കുക. 53. ടയേഴ്സ് മാറിയേ പറ്റുള്ളൂ. അത് ഒരു ടയറാണെങ്കിൽ അങ്ങ് ഇത് പോയി, എയർ പോയി കിടക്കുക, അത് ആ രീതി കിടക്കുന്നതുകൊണ്ട് കൂടി മാറിത്തരും. ഓക്കെ. 53,000 രൂപ അല്ലേ? 2008 മോഡൽ സാൻഡോസിങ്, 28 വരെ പേപ്പറുണ്ട്. AC മാത്രമേ ഉള്ളൂ, പവർ സ്റ്റിയറിംഗ് ഇല്ല. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. സർവീസ് മാറിയിട്ടില്ല. നല്ല വണ്ടി, ഓടിക്കാനൊക്കെ നന്നായിരിക്കും. ഡോർ പാഡൊക്കെ നോക്കിയാൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്, ഒരു കുഴപ്പമില്ല. നീല കളറിലേ ഒറ്റയടിക്ക് കണ്ട ബ്ലാക്ക് ആയിട്ട് തോന്നും, പക്ഷെ ഡാർക്ക് ബ്ലൂ. ഈ ബാക്ക് ടയർ മുട്ടയാണ്. ബാക്കിയൊക്കെ കൊള്ളാം, വണ്ടി കാണാൻ നല്ല വൃത്തിയുള്ള വണ്ടി. എത്ര ചോദ്യം? ഫൈനൽ ഒരു 57,000 രൂപ കൊടുക്കാം. 2008 മോഡലാണ്. പേപ്പറൊക്കെ ഇനി എത്ര ആൾ? പേപ്പറിൽ 28 വരെ പേപ്പറുണ്ട്. 28 വരെ ഉണ്ട്. ഓരോ വണ്ടി കൊള്ളാം. വളരെ കുറച്ച് സ്ക്രാച്ചുകൾ മാത്രമേ ഉള്ളൂ, 1-2 സ്ഥലത്ത് മാത്രം ബോണ്ടിൽ ചെറിയ ഇതേപോലെ വന്നിട്ടുണ്ട്, അല്ല വേറെ ഒന്നും കാണുന്നില്ല. ഓരോ വണ്ടി കൊള്ളാം. 2007 മോഡൽ 800. ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡ് ഓണർ. MBF AC വണ്ടി, 27 വരെ പേപ്പറുണ്ട്. AC ഒക്കെ വർക്ക് ചെയ്യും? AC എല്ലാം വർക്കിംഗ് ആണ്. വേറെ പറയത്തൊക്കെ എന്തെങ്കിലും അപാകതകൾ? നിലവിൽ പറയത്തക്ക അപാകതകളൊന്നുമില്ല. പഴയ വണ്ടിയിൽ എന്തെങ്കിലും ചെറുതായിട്ട് കാണും, നമ്മളില്ലാന്ന് പറഞ്ഞാലും. കാര്യമായിട്ട് ഇടിച്ച് മാറി അങ്ങനെ എന്തെങ്കിലും? ഇല്ല. പെയിൻറ്റ് വർക്കൊക്കെ നേരെ വൃത്തിയായിട്ട് നടക്കും, അതൊന്നും കുഴപ്പമില്ല. കളർ ഫെയ്ഡ് കാര്യങ്ങളൊന്നുമില്ല, ആ രീതിയിലൊക്കെ വണ്ടി വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. എത്ര ചോദ്യം? 50 രൂപ. 50 രൂപ. 2005 മോഡൽ, പുതിയ ടാക്സ്, പുതിയ ഇൻഷുറൻസ്, 4 പുതിയ ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ് പറഞ്ഞുണ്ട്. ഒരു ടയർ മോശമാണ്. ഓക്കെ. കിലോമീറ്ററൊക്കെ എന്തുവാ? കിലോമീറ്റർ 1 ലക്ഷം കൂട്ടിക്കോളി. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഇല്ല, ഇതിലേക്ക് എങ്ങനെയാണ് കിലോമീറ്റർ ഞാൻ ഉറപ്പ് പറയണത്? അല്ല, ഒന്ന് ചോദിച്ചു എന്നുള്ളതാണ്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലും വണ്ടി കാണാനൊക്കെ വൃത്തിയാണ്. ടയേഴ്സ് കൊള്ളാം. റീപെയിൻറ്റിനുള്ള വർക്കുകളുണ്ട്. റീപെയിൻറ്റ് ചെയ്തില്ല, ഇനി ചെയ്യണം. ചെയ്യുമോ? ഇനി ചെയ്യണം. പെയിൻറ്റിങ് വർക്കുകൾ കണ്ട് ഇവിടെയൊക്കെ ഉണ്ട്. വേറെ കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. AC പവർ സ്റ്റിയറിംഗ് പവറിൻ്റെ വണ്ടിയാണ്. MBF പെയിൻറ്റിങ് വർക്കുണ്ട്. പുതിയ ടാക്സ്, പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. 58,000 രൂപ ലാസ്റ്റ് കൊടുക്കാം. 58. വർക്കുകളുണ്ട്, ചെയ്തെടുത്തോ. 2006 മോഡൽ, 26 വരെ പേപ്പറുണ്ട്. പവർ വിൻഡോ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. AC വണ്ടി കൊള്ളാം, വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലും വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ഇതിൽ ആൻഡ്രോയിഡ് സിസ്റ്റം വല്ല ഊരിയായിരുന്നു? കസ്റ്റമർ ഊരി എടുത്താണ്. ഓക്കെ. അത് വെച്ച് കൊടുക്കൂ? ഇല്ല, ആൻഡ്രോയിഡ് ഒന്നല്ല, അല്ല സ്റ്റീരിയെങ്കിലും വെച്ച് കൊടുക്കൂ. സ്റ്റീരിയ പൈസ കൊടുത്താൽ കിട്ടാത്ത സാധനമാണ്, പൈസ എന്തിനാണോ വെച്ച് കൊടുക്കുക. ഓക്കെ. അപ്പോൾ എത്ര ഇത് ഈ കണ്ടീഷനിൽ ചോദിക്കുന്നത്? ഇത് നമുക്ക് ഈ കണ്ടീഷനിൽ ഫൈനൽ ഒരു 55,000 രൂപ കൊടുക്കുക. 55. ടയറൊക്കെ വണ്ടി കൊള്ളാം, മെക്കാനിക്കൽ നല്ല വണ്ടി, റീപ്ലേസ് ഒന്നുമില്ല കേട്ടോ, ഒറ്റ സാധനം പോലെ മാറിയിട്ടില്ല, നല്ല വണ്ടി. ഓരോ വണ്ടി കാണാൻ വലിയ തരക്കേടുകൾ കാണുന്നില്ല, ഒരുപാട് അങ്ങ് സ്ക്രാച്ചും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വണ്ടിയുടെ പഴമയായിട്ടുള്ള ആ മങ്ങലുണ്ട്, തന്നെ ഇങ്ങനെ പൊള്ളിപ്പോയ പോലെ ഒരു ഫീലുണ്ട്.
അങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ. അല്ല വലിയ മോശം വണ്ടി എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം അവസാനിച്ചുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള ഒരുവിധം നല്ല വണ്ടികളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അത് 1-2 വണ്ടികളൊക്കെ അത്യാവശ്യം പാച്ച് വർക്കുണ്ട്, ഇച്ചിരി കൂടിയ രീതിയിൽ തന്നെ പാച്ച് വർക്കുണ്ട്. അപ്പോൾ അത് ആ റേറ്റ് താത്താണ് പറയുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ എടുത്തുകൊണ്ട് പോയി നിങ്ങൾ പണിഞ്ഞാലും നിങ്ങൾക്ക് നഷ്ടം വരില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അതങ്ങനെയാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ കമൻറ്റായിട്ട് പറയാം. അത് എനിക്ക് കറക്റ്റ് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ട് കാണും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആദ്യം പറഞ്ഞ കാര്യം മറന്നു പോകരുത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത്തരത്തിൽ സഹായം ചെയ്തു തന്നാൽ വലിയ ഉപകാരമായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയണേ. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ സഹായവും കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.